ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറച്ച് മുന്നേ വരെ വൈറലായിക്കൊണ്ടിരുന്ന മസാല ചക്ലിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ കാസർഗോട്ടുകാരുടെയൊക്കെ സ്പെഷ്യൽ സാധനം. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്. ഇതാണ് ആള്. ഇത് എൻ്റെ ചേട്ടൻ്റെ കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇതിനെയും കൂടിയും കൂട്ടി. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടാവോന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആളുടെ പേര് നിവേദിക എന്നാണ് കേട്ടോ. നമ്മളെല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞാറ്റേന്ന് വിളിക്കും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കുട്ടിയാണേ. നമ്മളെല്ലാവരും തന്നെ തൊട്ടടുത്തടുത്താണ് താമസിക്കുന്നത്. അല്ല, ഞാനിതൊന്നല്ലല്ലോ പറയാൻ വന്നത്. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡൊക്കെ ഓൾറെഡി കഴിഞ്ഞു. എന്നാലും എനിക്കിതൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊരു പൂതി. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. ഞാനിനി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഞാൻ കണ്ട എല്ലാ വീഡിയോസിലും ചെറിയ നുറുക്കായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ ചെറിയ നുറുക്ക് കിട്ടിയില്ല നമ്മുടെ ഇവിടെ എങ്ങും. അപ്പൊ ഈ ഒരു വലിയ നുറുക്ക് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സാധനം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈന്തപ്പഴമൊക്കെ ആയതുകൊണ്ട് നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റക്കായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചെറിയൊരു എരിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആള്. ഞാൻ അരച്ച മസാല നുറുക്കിലേക്ക് ഒഴിച്ച് ഒരുപാട് നേരം ഒന്നും വെക്കാൻ പറ്റില്ല, കുതിർന്ന് പോകും. അപ്പൊ അതിന് മുന്നേ ആ കറുമുറ സൗണ്ടിൽ തിന്നണമെന്നുണ്ടെങ്കിൽ വേഗം തിന്നോളണം. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ വേഗം ചെന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടോ.